കൽക്കട്ടയിലെ വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു: നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ ചെയ്താൽ മതിയാകും. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഭാമാതാവ് നമുക്ക് വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വചനഭാഗങ്ങളാണ്. സ്വർഗരാജ്യത്തിൻ്റെ 2 ചെറിയ ഉപമകളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുക. നമ്മുടെ നല്ല പരിശ്രമങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷിച്ച ഫലം നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നൽകിയില്ലെങ്കിലും തക്കതായ സമയത്ത് സമൃദ്ധമായ ഫലം നമുക്ക് നൽകുമെന്ന് ഇന്നത്തെ സുവിശേഷം ഉറപ്പു തരികയാണ്. വളരെയധികം ആഴമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ശൈലിയാണ് ഉപമകളുടെ ശൈലി. ഓരോ വ്യക്തിക്കും ഓരോ സമയവും വ്യത്യസ്തമായ ഉൾക്കാഴ്ചകൾ നൽകുവാൻ ഇവയ്ക്ക് സാധിക്കും. വളരെ നിസ്സാരമായ, പ്രത്യക്ഷത്തിൽ വളരെ ചെറുതായ കടുകുമണിയുടെയും പുളിമാവിൻ്റെയും ഉപമകൾ, എന്നാൽ അവയിൽ ഒളിഞ്ഞിരിക്കുന്ന അതിശ്രേഷ്ഠമായ മഹത്വത്തെക്കുറിച്ചാണ് നാം ഈ 2 ഉപമകളിലൂടെയും മനസ്സിലാക്കുക. സ്വർഗരാജ്യത്തിൽ നാം പ്രവേശിക്കണമെങ്കിൽ എപ്രകാരമുള്ള ജീവിതം നാം നയിക്കണമെന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ ഭൂമിയിൽ സ്വർഗരാജ്യത്തിൻ്റെ മൂല്യങ്ങളും പുണ്യങ്ങളും നന്മകളും അനുസരിച്ച് ജീവിക്കുന്നവർ സ്വർഗരാജ്യം പ്രാപിക്കും. ഒരു നീതിമാന് ഉണ്ടാകേണ്ട നന്മകളെക്കുറിച്ച് 15-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് വളരെ വ്യക്തമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നിഷ്കളങ്കനായി ജീവിക്കുന്നവൻ, ഹൃദയം തുറന്ന് സത്യം പറയുന്നവൻ, പരദൂഷണവും അപവാദവും പറയാത്തവൻ, സ്നേഹിതരെയും അയൽക്കാരനെയും ദ്രോഹിക്കാത്തവൻ, ദൈവഭക്തനോട് ആദരം കാണിക്കുന്നവൻ, ദൈവസ്നേഹത്തിന് പ്രാധാന്യം നൽകുന്നവൻ. ഈ ഭൂമിയിൽ ഇപ്രകാരം നന്മകൾ ചെയ്ത് ജീവിക്കുവാൻ നാം ക്ഷണിക്കപ്പെടുകയാണ്. ലോക ചരിത്രത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ ഇന്ന് നാം കാണുന്ന എല്ലാ സംരംഭങ്ങളും തന്നെ അന്ന് വളരെ നിസ്സാരമായി കരുതപ്പെടുന്ന ശൈലിയിൽ തുടങ്ങിയവയാണ്. ഇന്നത്തെ ഓൺലൈൻ ഷോപ്പിംഗ് മാർക്കറ്റിൽ മുൻപന്തിയിലായിരിക്കുന്ന ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവ തന്നെ ഇതിന് വലിയ ഉദാഹരണങ്ങളാണ്. വിശുദ്ധ മദർ തെരേസ ഇപ്രകാരം പറയുകയാണല്ലോ: നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ ചെയ്താൽ മതിയാകും. കരുണയോടെയുള്ള ഒരു ചെറിയ പ്രവൃത്തി മതി. അനുകമ്പയോടെയുള്ള ഒരു ചെറിയ വാക്ക് മതി. സ്നേഹത്തോടുള്ള ഒരു ചെറിയ പുഞ്ചിരി മതി. ഈ ഭൂമിയിൽ ധാരാളം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ അവയ്ക്ക് സാധിക്കും. അപ്രകാരം ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം വഴി, നമ്മുടെ ചെറിയ ചെറിയ ഇടപെടലുകൾ വഴി ധാരാളം നന്മകൾ ചെയ്യുവാൻ നമുക്ക് പരിശ്രമിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.